വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 7. ഈ രാത്രിയിൽ തന്നെ നിനക്ക് അങ്ങോട്ട് പോകണോ മോളെ? നാളെ നേരം വെളുത്തിട്ട് പോയാൽ പോരെ? സുഭദ്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാഘവൻ അവരെ തടഞ്ഞു. ഇത്രയും ദിവസം സ്വന്തം മകളെപ്പോലെയാണ് ആ വീട്ടുകാർ അവളെ നോക്കിയത്. ഇന്നിവിടെ കൊണ്ടുവിട്ടപ്പോൾ പോലും അവർ കാണിച്ച മര്യാദ മറക്കരുത് സുഭദ്രേ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് രാഘവേട്ട. രാത്രിയായില്ലേ, അത് സാരമില്ല. രമേശൻ കൊണ്ടുപോയി അവളെ ഹോസ്പിറ്റലിൽ വിട്ടോളും. അവർക്കിപ്പോൾ അവളുടെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടോ നന്ദുവിൻ്റെ മനസ്സിൽ കനം വന്ന് മൂടി. തമ്മിൽ ഒരിക്കൽ പോലും നല്ല രീതിയിൽ സംസാരിച്ചിട്ട് കൂടിയില്ല. മുത്തശ്ശൻ്റെ കൊച്ചുമോനോടുള്ള പ്രിയം എത്രയാണെന്ന് എല്ലാവരെ പോലെയും നന്ദുവിനും അറിയാം. ആ വീട്ടിലുള്ളവർ ഈ ദുരന്തം എങ്ങനെ മറികടക്കും എന്നതിനെക്കുറിച്ചായിരുന്നു അവരുടെ ചിന്ത മുഴുവനും. ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പലതവണ സിസ്റ്റർമാരോട് സത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് തിരക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ തന്നെ പോകണമെന്ന് അവൾ തീരുമാനിച്ചതും. 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാമെന്ന് മാർത്താണ്ഡൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ അവൾക്ക് ആദിയായി. ഡോക്ടർ അത്രയും പറയണമെങ്കിൽ തീർച്ചയായും ആളുടെ നില തൃപ്തികരമല്ല. ഓരോന്നോർത്തുകൊണ്ട് ഹോസ്പിറ്റലിലെത്തിയത് നന്ദു അറിഞ്ഞില്ല. പോർച്ചിൽ ബൈക്ക് ചെന്ന് നിന്നപ്പോൾ വളരെ യാന്ത്രികമായി അവൾ ഇറങ്ങി കാഷ്വാലിറ്റിയിലേക്ക് പോയി. ICUവിന് മുന്നിലെത്തുമ്പോൾ അവിടെ സാരംഗും രവിയും നിൽക്കുന്നത് കണ്ടു. അവൾ നേരെ അവരുടെ അടുത്തേക്കാണ് ചെന്നത്. എവിടെ ബാക്കിയുള്ളവർ? വല്യമ്മയ്ക്ക് തലച്ചുറ്റലായിരുന്നു. ബോധം മറിഞ്ഞു വീണു. ഇപ്പോൾ അകത്ത് കിടത്തിയിരിക്കുകയാണ്. മുത്തശ്ശൻ വിവരമറിഞ്ഞോ? ഞങ്ങളിവിടേക്ക് പുറപ്പെടുന്നത് വരെ അച്ഛൻ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എത്ര നേരം അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഈ വിവരം മറച്ചു വയ്ക്കുമെന്നും അറിയില്ല. അപ്പോഴേക്കും മാർത്താണ്ഡൻ ഡോക്ടർ അവിടെ എത്തി. നന്ദുവിനെ കണ്ടപാടെ അയാൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. തന്നെ വിളിക്കുന്നതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ പുറത്തേക്ക് വന്നത്. അപ്പോഴേക്ക് എത്തിയല്ലേ? രവി, കരുണാകരൻ കാര്യങ്ങൾ അറിഞ്ഞോ? ഞങ്ങൾ ഇറങ്ങുന്നത് വരെ വിവരങ്ങൾ അറിഞ്ഞില്ല ഡോക്ടർ. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചത് പോലും. അച്ഛനോട് ഈ വിവരങ്ങൾ എങ്ങനെ പറയും? എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. ശ്രീനന്ദിയെയും കൂട്ടി ഞാൻ നേരിട്ട് അവിടെ ചെന്ന് കരുണാകരനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം. അയാളെ അവിടെ തനിച്ചാക്കുന്നത് ശരിയല്ല. ഇങ്ങനെയൊരവസ്ഥയിൽ അയാൾ ഇവിടെ വേണം. നോ, ഞാൻ സമ്മതിക്കില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. മാർത്താണ്ഡ, എനിക്കവനെ വേണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല. ആർത്തലച്ചുകൊണ്ട് നിലവിളിക്കുന്ന കരുണാകരനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. താനും കൂടി ഇങ്ങനെ തുടങ്ങുന്നത് വലിയ കഷ്ടമാണ്. സത്യയ്ക്ക് ഇതുവരെ ബോധം വീണിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞതല്ലാതെ അയാളുടെ കാര്യം ഒന്നും പറയാറായിട്ടില്ല. അയാളുടെ ചികിത്സയ്ക്ക് തൻ്റെ ആവശ്യമുണ്ടിപ്പോൾ. തലയിൽ ആഴത്തിലുള്ള മുറിവാണ്. ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾ ബോധമണ്ഡലത്തിലേക്ക് തിരികെ വരണമെന്നില്ല. ഒരു കോമ സ്റ്റേജിൽ പോലും പോകാനുള്ള അവസ്ഥയിലാണ് സത്യ. അങ്ങനെയുള്ള ഈ സമയത്ത് അയാളുടെ ഉപബോധ മനസ്സിലെ ഒരിക്കലും അതിനനുവദിക്കരുത്. തൻ്റെ നിരന്തരമായ പ്രസൻസ് അവിടെ വേണം. തൻ്റെ കൊച്ചുമോനെ താൻ വേണം ജീവിതത്തിലേക്ക് തിരികെ വിളിക്കാൻ. ഈ കുടുംബത്തിൽ സത്യയ്ക്ക് മറ്റാരെക്കാളും തന്നോടാണ് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അവൻ കണ്ണു തുറക്കുമ്പോൾ താൻ അവിടെ ഉണ്ടായിരിക്കണം. കരഞ്ഞു തളർന്ന് ഇവിടെ ഇരിക്കണമോ അതോ കൊച്ചുമോൻ്റെ ജീവിതം തിരികെ പിടിക്കണമോ എന്ന് ആലോചിക്കുക. ഒരുപാട് സമയം നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് താൻ ഞങ്ങളോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരണം. തകർന്നിരിക്കുന്ന തൻ്റെ മക്കളെയും മരുമക്കളെയും കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവർക്ക് ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവരുടെ മുൻപിൽ താൻ ഉണ്ടാകണം. മാർത്താണ്ഡൻ ഡോക്ടർ പറയുമ്പോൾ കരുണാകരൻ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ എഴുന്നേറ്റു. ICUവിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ബെഡിൽ കിടക്കുന്ന രൂപത്തെ നോക്കാൻ പോലും നന്ദുവിന് കഴിയുമായിരുന്നില്ല. ഒരു വേള മാത്രമേ നോക്കിയുള്ളൂ. നെഞ്ച് പിടഞ്ഞുപോയി. മുഖം മുഴുവൻ മുറിപ്പാടുകളും പൊള്ളി അടർന്നുമിരിക്കുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കിടയിൽ കിടക്കുന്ന സത്യയെ കാണുമ്പോൾ ഉള്ളം വല്ലാതെ പൊള്ളുന്നത് നന്ദു അറിഞ്ഞു. മാർത്താണ്ഡൻ ഡോക്ടർ റൂമിനകത്തേക്ക് കയറി വന്നു. അവരുടെ കുടുംബവുമായി എന്നെപ്പോലെ തന്നെ ഒരു ചെറിയ ആത്മബന്ധമെങ്കിലും ശ്രീനന്ദയ്ക്കിപ്പോൾ ഉണ്ട്. ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും സന്തോഷവും സത്യയിലാണ്. സത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അത്രമാത്രം അയാളുടെ ശാരീരിക അവസ്ഥ മോശമാണ്. കൃത്യമായി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോഴും ICUവിൽ ആളുണ്ടായിരിക്കണം. അതുകൊണ്ട് ശ്രീനന്ദയ്ക്ക് ഇന്നു മുതൽ ICUവിലാണ് ഡ്യൂട്ടി. സത്യയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അപ്പോൾ എന്നെ അറിയിക്കണം. ഡോക്ടർ ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ശ്രീനന്ദയെ അയാളോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. മുത്തശ്ശനെ കണ്ടപ്പോൾ എന്തു പറഞ്ഞാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവൾക്കും അറിയാതെ പോയി. ഒന്നും മിണ്ടാതെ ശ്രീനന്ദ മുത്തശ്ശനടുത്തേക്ക് നിന്നു. കണ്ണുനീർ ഇടത് കൈകൊണ്ട് കർച്ചീഫിൽ തുടച്ചുകൊണ്ട് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ തിരിച്ചു വരും ജീവിതത്തിലേക്ക്, അത് മുത്തശ്ശന് ഉറപ്പുണ്ട്. അത്ര പെട്ടെന്നൊന്നും ഞങ്ങളെ വിട്ടുപോകാൻ അവന് കഴിയില്ല.
ആർക്കും ഇതുവരെ ഒരു പാവവും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈശ്വരന്മാർ വലിയ ക്രൂരത എന്നോട് കാണിക്കില്ല. മോൾ എപ്പോഴും അവൻ്റെ ഒപ്പം ഉണ്ടാവണം. അവളുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ച് മോളുടെ ഈശ്വരന്മാരോട് എൻ്റെ കുഞ്ഞിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അവനില്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. അവൻ്റെ ഈ കിടപ്പ് പോലും അസഹനീയമാണ്. പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കൈകളിൽ തൻ്റെ മുഖം ചേർത്ത് പിടിച്ചു. ദിവസം 3 സത്യ ഐസിയുവിൽ പ്രവേശിപ്പിച്ചിട്ട് ഇതുവരെയും വലിയ പുരോഗതി ഒന്നും കാണുന്നില്ല. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. 3-ാം ദിവസം മെഡിക്കൽ ബോർഡ് കൂടി അവൻ്റെ ചികിത്സാ രീതികൾ വിലയിരുത്തുമ്പോൾ ഐസിയുവിൽ സത്യയുടെ ഒരു വിരൽത്തുമ്പെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദ. കോട്ടൺ ഉപയോഗിച്ച് അവൻ്റെ ശരീരം പതുക്കി തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് സത്യയുടെ ശരീരം ബെഡിൽ നിന്നും ഉയർന്നു. അവൻ്റെ ശരീരം പിടയുന്നത് കണ്ട് ശ്രീനന്ദ ഐസിയുവിൽ നിന്നും ഇറങ്ങി ഓടി മെഡിക്കൽ ബോർഡിനടുത്തെത്തി. അവളുടെ വെപ്രാളവും പരവേശവും കൊണ്ട് മാർത്താണ്ഡ ഡോക്ടർ അവൾക്കൊപ്പം ഐസിയുയിലേക്ക് വന്നു. ശരീരം വില്ലുപോലെ വളച്ച് വിറയ്ക്കുന്ന സത്യയെയാണ് ഡോക്ടർ കണ്ടത്. 3 ദിവസമായി ഒരു നേരിയ ചലനം പോലും ഇല്ലാതിരുന്നവൻ്റെ ശരീരത്തിലുണ്ടായ ഈ മാറ്റം എല്ലാവരിലും പ്രതീക്ഷയുണർത്തി. സീനിയർ ഡോക്ടർമാർ വേണ്ട വിധത്തിൽ പരിശോധിച്ചു. അത്യാവശ്യം ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ നൽകി. 3 ദിവസത്തെ ഉണങ്ങാത്ത കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്കും പ്രതിവിധിയായി സത്യ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങി. എല്ലാവരിലും വല്ലാത്ത പ്രതീക്ഷ നിറഞ്ഞു. മാർത്താണ്ഡൻ ഡോക്ടറുടെ മുഖത്ത് മാത്രം അത്രയും സന്തോഷം കാണാൻ കഴിഞ്ഞില്ല. അത് ശ്രീനന്ദ കൃത്യമായി മനസ്സിലാക്കി. സത്യപ്രകാശ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും എല്ലാവരുടെയും മുഖത്ത് അതിൻ്റെ സന്തോഷമുണ്ടായിട്ടും ഡോക്ടർക്ക് മാത്രം എന്താ സന്തോഷമില്ലാത്തതുപോലെ നന്ദുവിൻ്റെ ചോദ്യം ഡോക്ടറുടെ നേരെയായി. സത്യ ജീവിതത്തിലേക്ക് വന്നത് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ അയാളിൽ ഇനിയുണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ആസ് എ ഡോക്ടർ ഇത് ഞാൻ തന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കുടുംബത്തോടുള്ള എൻ്റെ ആത്മബന്ധം വെച്ച് ഞാൻ പറഞ്ഞതാണ്. അയാളുടെ തലച്ചോറിൽ കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ബോധം തെളിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സത്യയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നു. ഒരാഴ്ചയായില്ലേ മോളെ ആ കൊച്ചു ഹോസ്പിറ്റലിലെത്തിയിട്ട്? ഇതുവരെ അതിന് കാര്യമായ മാറ്റമൊന്നുമില്ലേ? ഇന്നൊരു സ്കാനിങ് കൂടിയുണ്ട്. അത് കഴിയുമ്പോൾ മാത്രമേ ഡോക്ടർ കൃത്യമായി അഭിപ്രായം പറയൂ വെച്ചാ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോവൂ അമ്മ, ഒരു വഴിപാടുണ്ട്. ശ്രീനന്ദ അമ്പലത്തിലെത്തുമ്പോൾ ദീപാരാധന നേരമായിരുന്നു. അവൾ സത്യയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. വഴിപാട് നേർച്ചയും നടത്തി അതിൻ്റെ പ്രസാദവുമായി ഹോസ്പിറ്റലിലെത്തി. മാർത്താണ്ഡൻ ഡോക്ടർ സത്യയുടെ കേസ് ഫയലുമായി എല്ലാവരോടും സംസാരിക്കുകയായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നറിയില്ല. സത്യ വലിയൊരു അപകടത്തിൽ നിന്നുമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളും അയാളുടെ ഇനിയുള്ള ജീവിതത്തിലുണ്ടാകും. തലക്കേറ്റ ക്ഷതം അയാളുടെ ഓർമ്മകളെ ബാധിച്ചിട്ടുണ്ട്. പഴയ ഓർമ്മകൾ എത്രത്തോളം അയാളിൽ ഉണ്ടെന്നറിയില്ല. അത് മനസ്സിലാക്കി വേണം ഓരോരുത്തരും സത്യയോട് ഇടപെടാൻ. പിന്നെ പഴയതുപോലെ അയാളുടെ ശരീരം അത്രയും പെട്ടെന്നൊന്നും ഒന്നിനും വഴങ്ങില്ല. അതെത്രത്തോളമാണെന്ന് ഇപ്പോൾ അറിയില്ല. വരും ദിവസങ്ങളിലെ അയാളുടെ മാറ്റം മനസ്സിലാക്കി മാത്രമേ ബാക്കി ചികിത്സ തീരുമാനിക്കാൻ കഴിയൂ. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മുൻകൂട്ടി പെരുമാറാൻ വേണ്ടിയാണ്. അയാളുടെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും തളർന്നു പോയി എന്ന് അയാൾക്ക് തോന്നാനിട വരരുത്. മറുപടി ഒന്നും പറയുവാനില്ലാതെ എല്ലാവരും ഇരുന്നു. രാത്രിയോടുകൂടി സത്യയ്ക്ക് ബോധം തെളിഞ്ഞു. നിമിഷ നേരം മാത്രമേ അത് നിന്നുള്ളൂ. പക്ഷെ ആരെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. പേടിക്കേണ്ട, എന്തായാലും പ്രതീക്ഷ കൈവിടേണ്ട. ഡോക്ടർ എല്ലാവരെയും സമാധാനിപ്പിച്ചു. രാത്രിയിൽ ഐസിയുവിൽ നന്ദുവാണ് സത്യയ്ക്ക് കൂട്ടിരുന്നത്. ഇടയ്ക്ക് ബോധം വീഴുമ്പോൾ തലയിട്ടൊരുട്ടിയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനെ അവൾ ശ്രദ്ധയോടെ പരിപാലിച്ചു. അന്നത്തെ ദിവസം സത്യയ്ക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. തറവാട്ടിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരാൾ മാത്രം ഉണർന്നിരുന്നു. അത് നീലിമയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി സത്യയെ കാണുവാൻ വേണ്ടി പലതവണ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അകത്തേക്ക് കയറ്റി വിട്ടതുപോലുമില്ല. പാലക്കൽ തറവാട്ടിലെ വിക്രമക്കുറുപ്പിനും ഭഗീരഥയുടെയും 3 മക്കളിൽ ഏറ്റവും ഇളയതാണ് നീലിമ. നീലിമയ്ക്ക് മുന്നേ 2 ആൺകുട്ടികളാണ്. ഒരുപാട് നേർച്ചകൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം ഉണ്ടായ പെങ്കൊച്ച്. അതുകൊണ്ട് തന്നെ അവളെ ഒരുപാട് പുന്നാരിച്ചാണ് വളർത്തിയത്. അതിൻ്റേതായ എല്ലാ പോരായ്മയും ഇപ്പോൾ അവൾ കാണിക്കുന്നുണ്ട്. 2 പേരും ബിസിനസ് ഫീൽഡിലാണ്. അച്ഛൻ ഉണ്ടാക്കിയ ബിസിനസ്സിന് പുറമേ അവരുടേതായ ചില ബിസിനസ്സുകൾ കൂടി കൂട്ടിച്ചേർത്തപ്പോൾ അത് വിജയിച്ചു. നീലിമയുടെ മൂത്ത ജ്യേഷ്ഠൻ നിരഞ്ജൻ ബിസിനസ്സിലാണ്. ഹോം അപ്ലയൻസസ്. കോളേജിൽ പഠിക്കുന്ന ജൂനിയർ ആയിരുന്ന ദിയോട് തോന്നിയ ഇഷ്ടം വിവാഹം വരെ കൊണ്ടെത്തിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ട്, അമ്മൂട്ടി എന്ന് വിളിക്കുന്ന അമ്മയ. 2 വയസ്സുള്ള കുറുമ്പി. ഇളയാൾ നിർമ്മൽ. അവൻ ഇപ്പോഴും ക്രോണിക് ബാച്ചിലറായി തുടരുന്നു. നീലിമ റൂമിൽ വെരുകിനെപ്പോലെ നടന്നു. സത്യയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. സീരിയസ് ആണെന്ന് കേട്ടു. എങ്കിലും ഒന്ന് കാണാതെ സമാധാനം കിട്ടുന്നില്ല.
അതുകൊണ്ട് തന്നെ മാർത്താണ്ഡൻ ഡോക്ടറെ പേഴ്സണലായി പോയി കണ്ട് സത്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ആദ്യം ഡോക്ടർ സത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ മടിച്ചു കാണിച്ചുവെങ്കിലും കൂടെ പഠിക്കുന്നതാണ്, ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഡോക്ടർ, എനിക്കൊന്ന് കാണാൻ കഴിയുമോ? സങ്കടത്തോടുള്ള അവളുടെ പറച്ചിൽ കേട്ട് ഡോക്ടർ ഒരു നിമിഷം ആലോചനയോട് നിന്നു. ഇത് മറ്റാർക്കും അറിയില്ലേ? ഇല്ല ഡോക്ടർ, ഇതാർക്കും അറിയില്ല. കോളേജിൽ പോലും ആർക്കും ഒരു സംശയത്തിനും ഇട നൽകിയിട്ടില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട് പ്രിയയ്ക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ സത്യയുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ICUവിൽ ആരെയും അനുവദിക്കില്ല. ഇതുവരെ സത്യയെ കാണാൻ കയറ്റിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ മാർത്താണ്ഡൻ്റെ എടുത്തടിച്ച മറുപടി അവൾക്ക് രസിച്ചില്ല. മുഖവും വലിച്ചു കയറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നന്ദു ക്യാബിനിൽ പ്രവേശിച്ചു. ഡോക്ടർ, പേഷ്യൻറ്റിന് ബോധം വീണിട്ടുണ്ട്, വയലൻ്റ് ആണ്. ഡോക്ടർ വേഗം ICUവിനുള്ളിലേക്ക് കയറി. കയ്യിലെ ട്രിപ്പ് വലിച്ചൂരി നിലത്തേക്ക് എറിഞ്ഞ് ട്രിപ്പ് സ്റ്റാൻഡിൽ തള്ളി മറിച്ചും തല ശക്തിയിൽ കുടയുന്ന സത്യയാണ് കാണുന്നത്. നഴ്സും അറ്റൻഡന്റുമാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അയാൾ അടങ്ങുന്നില്ല. മാർത്താണ്ഡൻ ഡോക്ടർ നന്ദുവും റൂമിലേക്ക് കയറി വന്നു. ഡോക്ടർ അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുമ്പോൾ സത്യ കയ്യിലിരുന്ന ട്രിപ്പ് സ്റ്റാൻഡ് നന്ദുവിൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. അവളുടെ നെറ്റി പൊട്ടി ചോര വാർന്നു. ഡോക്ടർ സത്യയ്ക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ നൽകി. സത്യയുടെ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഏകദേശം 20 ദിവസം കഴിഞ്ഞു. അവൻ്റെ റിക്കവറിക്കായി എല്ലാ പേരും പ്രാർത്ഥനയും വഴിപാടുമായി കഴിഞ്ഞു. മുത്തശ്ശനെ വീട്ടിൽ നിർത്തി. ഇപ്പോൾ സാരംഗും മാധവനും രവിയും മാത്രമേ ഹോസ്പിറ്റലിൽ മാറിയും തിരിഞ്ഞു നിൽക്കുന്നുള്ളൂ. അയാളുടെ ഓർമ്മകൾ ഇപ്പോഴും പുകമറയ്ക്കുള്ളിൽ പെട്ടതുപോലെയാണ്. അത് മാറി വരാൻ സമയമെടുക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. ഇടയ്ക്ക് പൊട്ടിത്തെറിച്ചെന്ന് വരാം. ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്നും സമചിത്തതയോടുകൂടി എല്ലാം നേരിടണം. പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, സത്യയെ ഇനി ഡിസ്ചാർജ് ചെയ്യാം. മന്ത്ലി ചെക്കപ്പ് മാത്രം മതി. എല്ലാ പേർക്കും സത്യ ഡിസ്ചാർജ് ആകുന്നതിൽ സന്തോഷമുണ്ടെങ്കിലും അയാളുടെ മറവി എല്ലാ പേരെയും വിഷമത്തിലാഴ്ത്തി. പിന്നെ ശരീരത്തിൽ മുറിവുകൾ ശ്രദ്ധിക്കണം, കൃത്യമായി ഡ്രസ്സ് ചെയ്യണം, മരുന്ന് മുടക്കരുത്, അത് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരാൾ കൂടെ വേണം. ചിലപ്പോൾ അബ്നോർമലായി പെരുമാറാനും ചാൻസ് ഉണ്ട്. തലയ്ക്കുള്ളിൽ ഉണ്ടായ ക്ലോട്ട് മാറാൻ സമയമെടുക്കും. ഒടിവുകളും ചതവുകളും മാറുമ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാം. ചുരുങ്ങിയത് 3 മാസമെങ്കിലും കംപ്ലീറ്റായി റെസ്റ്റ് എടുക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ശരീരത്തിലെ മുറിവുണങ്ങുകയുള്ളൂ. 10 മണിയോടെ ഡിസ്ചാർജ് ചെയ്തു. സത്യയുമായി ആംബുലൻസ് പുറപ്പെട്ടു. താഴത്തെ നിലയിലെ അവൻ്റെ മുറിയിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും പകുതി ആശ്വാസമായി. സത്യയുടെ ജനൽ കർട്ടനെല്ലാം മാറ്റി വിരിച്ചു. അവൻ ഇഷ്ടപ്പെട്ട ബേബി പിങ്ക് നിറം എല്ലായിടത്തും. കട്ടിലിലെ വിരിപ്പും തലയിണയും വരെ ബേബി പിങ്ക്. ഇങ്ങനെ വരുന്ന ഓരോരോ ആലോചനകളായി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? കഴിഞ്ഞ വർഷം വരെ അവൾ കോഴ്സ് കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവൾ എന്ത് പുതിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് പറയും? വിക്രമക്കുറുപ്പിന് വെരികിനെ പോലെ മുറിയിലൂടെ നടന്നു. ഭർത്താവിൻ്റെ ഭാവമാറ്റം കണ്ട് ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ ക്രോസിൽ ചാരിയിരിക്കുകയാണ് ഭഗീരഥി അമ്മ. എൻ്റെ ഭാനു, നീ എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ എന്ത് പറയാനാ? അവൾക്കിപ്പോഴും കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. എത്ര ചോദിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അവൾ പറയുന്നില്ല. ഇനി അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആലോചനയുണ്ടോ? സംശയത്തോടു കൂടി വിക്രമക്കുറുപ്പ് ഭാര്യയെ നോക്കി. എന്നെ ഇങ്ങനെ നോക്കണ്ട വിക്രമേട്ട, നിങ്ങളുടെ മോളുടെ സ്വഭാവം മറ്റാരെക്കാളും നന്നായി നിങ്ങൾക്കറിയില്ലേ? ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുന്നാരിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇതുപോലെ അനുസരണക്കേട് കാണിക്കുമെന്ന്. നീ പറഞ്ഞു എങ്ങോട്ടാ ഭാനു? ഇനിയും ചിലപ്പോൾ അവൾക്ക് പഠിക്കണമായിരിക്കും. നിങ്ങളിത് ആരോടാ പറയുന്നത്? PG കഴിഞ്ഞ് ഇനിയും പെങ്കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാതെ കെട്ടിച്ച് വിടാൻ നോക്ക്. ദൈവം സഹായിച്ച് മറ്റാരുടെയും കീഴിൽ ചെന്ന് ജോലി ചെയ്യേണ്ട ആവശ്യം അവൾക്കില്ല. സ്വന്തം കമ്പനിയിൽ തന്നെ നല്ലൊരു പോസ്റ്റിൽ അവൾക്ക് ജോലി ചെയ്യാം. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. നിരഞ്ജനോടും നിർമ്മലിനോടും കൂടി പറയാം അവളോടൊന്ന് സംസാരിക്കാൻ. മാധവൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. സാരംഗം കൂടിയാണ് സത്യയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അവനെ ഫ്രഷാക്കി കിടത്തിയതിന് ശേഷമാണ് സുമ അവനുള്ള ആഹാരവുമായി വരുന്നത്. മകന് ഭക്ഷണം വാരി നൽകുന്നത് സുമ പലപ്പോഴും വിതുമ്പിപ്പോകും. സത്യയുടെ അവസ്ഥ അത്രമാത്രം അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം മാധവനും രവിക്ക് അത്യാവശ്യമായി ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്ലയൻറ്റുമായി ഡൽഹി വരെ പോകേണ്ട അവസ്ഥ വന്നപ്പോൾ ഓഫീസ് കാര്യങ്ങൾ സാരംഗിനെ ഏൽപ്പിച്ചു. പക്ഷേ സത്യയുടെ കാര്യങ്ങളെല്ലാം സുമയുടെ ചുമലിലായി. രാവിലെ എഴുന്നേറ്റ് ലതയും സുമയും കൂടി അടുക്കളയിലെ ജോലികൾ തീർത്ത് 2 പേരും കൂടി സത്യയുടെ മുറിയിലേക്ക് പോയി. അവനെ പതിയെ ഉയർത്തി കിടത്തി 2 പേരും കൂടി. നെറ്റിയിലെ ബാൻഡേജ് അഴിച്ചു മാറ്റി കോട്ടനും ഡെറ്റോൾ ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ചു. മുറിവ് പൊതിഞ്ഞു വെച്ചു. സാധാരണയായി മാധവനാണ് ഇതെല്ലാം ചെയ്യുന്നത്. രവി കൂടി സഹായിക്കും. സുമ ഇതൊക്കെ ചെയ്യാൻ വന്നത് അവനൊട്ടും ഇഷ്ടമാവാത്തതുപോലെയായിരുന്നു അവൻ്റെ പ്രകൃതം. പക്ഷേ മകൻ്റെ വയ്യായ്മ മനസ്സിലാക്കിയ സുമ അത് കാര്യമാക്കിയില്ല. ഇളം ചൂടുവെള്ളത്തിൽ തോർത്തുമുക്കി സത്യയുടെ ശരീരം പതിയെ തുടയ്ക്കാൻ തുടങ്ങി സുമ. തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി അവനെ കിടത്താൻ തുടങ്ങുമ്പോഴാണ് സത്യ 2 പേരെയും തള്ളി മാറ്റി. തള്ളിൻ്റെ ഊക്കിൽ സുമ ബാലൻസ് തെറ്റി വീണു.
എന്നാൽ ലത അവൾ അടുത്തുള്ള അലമാരയിൽ ഇടിച്ചിരുന്നു. ലത വേഗത്തിൽ സുമയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പക്ഷെ കട്ടിലിൻ്റെ സൈഡിലിടിച്ച് അവരുടെ നെറ്റി പൊട്ടി. ചോര വാർന്ന് കാഴ്ച മറച്ചു. സുമ നിലത്തേക്ക് വീണുപോയി. ലതയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് ബാലേട്ടൻ വീട്ടിനുള്ളിലേക്ക് കയറി വന്നത്. നിലത്ത് കിടക്കുന്ന സുമയെയും അതിനടുത്തിരിക്കുന്ന ലതയെയും ഇതെല്ലാം കണ്ടുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന സത്യയെയും ബാലൻ നോക്കി. ബാലേട്ടാ, ഏട്ടത്തി, പെട്ടെന്ന് പിടിക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇതിനിടയിൽ തന്നെ വേലക്കാരി വഴി സാരംഗിനെ വിളിച്ച് വിവരം അറിയിച്ചു. അവൻ വേഗം എത്തി. ബാലനും ലതയും കൂടി സുമയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാരംഗിനെ സത്യയുടെ അടുത്താക്കി. വൈകുന്നേരത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ പോയവർ തിരിച്ചു വന്നത്. നെറ്റിയിലെ മുറിവ് അത്ര കാര്യമുള്ളതല്ലെങ്കിലും അവിടെ എത്തുമ്പോൾ BP നന്നേ ലോയായിരുന്നു. അല്പനേരം കിടത്തി ഇഞ്ചക്ഷനും ഡ്രിപ്പും ഒക്കെ കൊടുക്കേണ്ടി വന്നു. ഡോക്ടറുടെ മുന്നിൽ വളരെ വ്യസനത്തോടു കൂടിയാണ് സുമ ഇരുന്നത്. ഡോക്ടർ ചിലപ്പോൾ അവൻ്റെ പെരുമാറ്റം കണ്ടാൽ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാകുന്നത് പോലെ തോന്നും. എന്നാൽ ചില നേരത്ത് അവൻ ആരെ അറിയില്ല. എൻ്റെ കുഞ്ഞിനി എത്ര നാൾ ഈ അവസ്ഥയിൽ തുടരും? തലയ്ക്കുണ്ടായ ശക്തമായ ക്ഷതത്തിൽ സംഭവിച്ചതാണ് ഈ ഓർമ്മക്കുറവ്. അത് എപ്പോൾ മാറും എന്നോ സത്യ പഴയ ജീവിതത്തിൽ എപ്പോൾ തിരിച്ചു വരുമെന്നോ പറയാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയി ആലോചിക്കണം. സത്യയ്ക്ക് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അയാൾ കാണുന്നതിന് ഒരു പെൺകുട്ടി വന്നിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ തമ്മിൽ അടുപ്പത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മകന് ചെയ്തു കൊടുക്കാവുന്ന കടമകൾക്ക് പരിമിതിയുണ്ട് സുമയ്ക്ക്. അമ്മയെന്ന നിലയിൽ നിങ്ങൾക്ക് മകനെ പരിചരിക്കുന്നതിലും പരിമിതിയുണ്ട്. ഈ അവസ്ഥയിൽ സത്യയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്ന ഒരാളെ കൊണ്ട് അയാളെ വിവാഹം കഴിപ്പിച്ചാൽ അത് ട്രീറ്റ്മെൻറ്റിന് വളരെയധികം നല്ലതായിരിക്കും, ഉപകാരപ്പെടുകയും ചെയ്യും. ആ പെൺകുട്ടിയുടെ സ്നേഹപൂർവ്വമായ പരിചരണത്തിൽ സത്യയ്ക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ആ കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഡോക്ടർക്ക് അറിയാമോ? സുമയ്ക്ക് ഉത്സാഹമായി. തൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നത് അവർക്ക് പുതിയ അറിവായിരുന്നു. ആ കുട്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുന്നതിനായി എനിക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ നമ്പർ നിങ്ങൾക്ക് തരാം. മാധവനോട് രവിയോടും പറഞ്ഞ് അതൊന്ന് അന്വേഷിക്കൂ. ഞാൻ ഇത്രയും കൂടുതൽ ഇക്കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കരുണാകരനും ഞാനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ കരുണാകരനോടുകൂടി സംസാരിക്കാം. അച്ഛൻ 2-3 ദിവസമായി ഗുരുവായൂർ ഭജനം ഇരിക്കാൻ പോയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ പോകേണ്ടതെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടും അച്ഛൻ അത് കേൾക്കാൻ തയ്യാറായില്ല. ശിവയുടെ ഈ കിടപ്പ് അച്ഛന് വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും അച്ഛൻ പോയത് നന്നായി. അയാൾക്കും ഇപ്പോഴൊരു മാറ്റം ആവശ്യമാണ്. കരുണാകരനും കൂടി വന്നതിന് ശേഷം നിങ്ങൾ ആ പെൺകുട്ടിയുമായി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. തുടരും.